പാണ്ഡ്യ മുംബൈയുടെ ക്യാപ്റ്റനായ ആദ്യ കളി തന്നെ തോറ്റിരിക്കുകയാണ്. പാണ്ഡ്യയുടെ അഹങ്കാരം മാറിക്കിട്ടിയെന്നാണ് ആരാധകർ പറയുന്നത്. രോഹിത് ശർമ്മയെ തന്നെ വീണ്ടും ക്യാപ്റ്റൻസി ഏൽപ്പിക്കണമെന്നും ആരാധകർ പറയുന്നു. ശരിക്കും ചെറിയൊരു സ്കോർ മാത്രമേ ഗുജറാത്തിന് ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും മുംബൈ ടീമിന് ജയിക്കാൻ സാധിച്ചില്ല. ഇന്ന് കളി തോറ്റ ശേഷം പാണ്ഡ്യ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗുജറാത്ത് വളരെ ഈസി ആയിട്ട് കളി ജയിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 99% തോറ്റ മത്സരമാണ് ഗുജറാത്ത് തിരിച്ചു പിടിച്ചത്. ഇന്ന് മുംബൈ കളി തോറ്റ ശേഷം പാണ്ഡ്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ കളി ജയിച്ചു എന്ന് ഞാൻ ഉറപ്പിച്ചതായിരുന്നു. എവിടെയാണ് പിഴച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാറ്റിങ്ങിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ താരങ്ങളും ഒരുമിച്ച് ഫോമായാൽ മാത്രമേ കളി ജയിക്കാൻ സാധിക്കൂ. ഞാൻ എൻ്റെ കടമ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് പിഴച്ചത് ബാറ്റിങ്ങിലാണ്. ലാസ്റ്റ് ഓവർ ആയപ്പോൾ എനിക്ക് സമ്മർദ്ദം വന്നു. അതുകൊണ്ടാണ് എനിക്ക് കളിക്കാൻ സാധിക്കാതെ പോയത്. ഒരുപാട് മിസ്റ്റേക്കുകൾ മുംബൈ ടീം ചെയ്തിട്ടുണ്ട്. എല്ലാ തെറ്റുകളും ഞങ്ങൾ പഠിച്ച് അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് ഹാർദിക് പാണ്ഡ്യ വ്യക്തമാക്കി. ജയിച്ച മത്സരം അവസാനം കൊണ്ടുപോയി കളഞ്ഞു. ഗുജറാത്ത് ബൗളിംഗിൽ മികച്ചവരായിരുന്നു. അവരുടെ ബൗളിങ്ങിന് മുന്നിൽ മുംബൈക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ലെന്നത് സത്യമാണ്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം മുംബൈ നല്ല രീതിയിൽ ബാറ്റിങ്ങിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്നത് ഉറപ്പാണ്. മുംബൈ എപ്പോഴും തോറ്റുകൊണ്ടാണ് തുടങ്ങാറെന്നാണ് ആരാധകർ പറയുന്നത്. എങ്കിലും ഇപ്രാവശ്യം രോഹിത് ശർമ്മയല്ല മുംബൈയുടെ ക്യാപ്റ്റൻ. പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി അത്ര മികച്ചതല്ലെന്നാണ് ആരാധകർ പറയുന്നത്. കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. രോഹിത് ശർമ്മ എന്തായാലും തൻ്റെ കടമ കൃത്യമായി നിർവഹിച്ചു. മികച്ച ബാറ്റിംഗ് ആണെന്ന് പുറത്തെടുത്തത്. അതുപോലെ ഡെവാൾഡ് ബ്രൂസും. ബാക്കി ഒരുവിധം എല്ലാ താരങ്ങളും ഫ്ലോപ്പായി. ഓപ്പണിംഗിൽ ഇഷാൻ വളരെ ഫ്ലോപ്പായിരുന്നു. അതുകൊണ്ട് മുംബൈ ഇന്ത്യൻസ് ബാറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഗുജറാത്ത് ഈ കളി രീതി തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇപ്രാവശ്യം കപ്പടിക്കാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.